ഹലോ, എൻ്റെ പേര് ദിയ. ഞാൻ സൈലം സ്കൂളിലത്തെ +1 നീറ്റ് സ്റ്റുഡൻ്റാണ്. ഞാൻ നെക്സ്റ്റ് എക്സാം എഴുതിയിട്ടാണ് സൈലം സ്കൂളിൽ ജോയിൻ ചെയ്തത്. സ്കോളർഷിപ്പോട് കൂടെയാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഞാൻ യൂട്യൂബ് ക്ലാസ്സസൊക്കെ സൈലത്തിൻ്റെത് 10th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പം കാണലുണ്ടേനു. അങ്ങനെയാണ് ഞാൻ സൈലം സ്കൂളിനെ പറ്റിയും നെക്സ്റ്റ് എക്സാമിനെ പറ്റിയൊക്കെ അറിയുന്നത്. പിന്നെ നെക്സ്റ്റ് എക്സാം എഴുതി സ്കോളർഷിപ്പ് കിട്ടി ഞാനിപ്പം സൈലം സ്കൂളിൽ പഠിക്കുകയാണ്. ഞാൻ സ്റ്റേറ്റ് സിലബസിൽ നിന്ന് CBSEയിലേക്ക് വന്നതായിരുന്നു. ഫണ്ടമെൻ്റൽ ക്ലാസ്സസൊക്കെ സൈലം സ്കൂൾ എടുക്കുമായിരുന്നു. ഫണ്ടമെൻ്റൽസ് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ഒരു മെറ്റീരിയലും കുറച്ച് ഡേയ്സ് അവർ ഫണ്ടമെൻ്റൽ സിലബസിന് വേണ്ടി മാറ്റി വെക്കലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ് CBSEയിലേക്ക് വന്ന പ്രശ്നം ആ ഒരു ഇതിലൂടെ നമുക്ക് സുഖമായിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. സൈലം സ്കൂളിൽ നമ്മൾ എൻട്രൻസ് എക്സാമിനും ബോർഡ് എക്സാമിനും ഒരുപോലെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് ടീച്ചേഴ്സാണ് എടുക്കുക. ബോർഡ് എക്സാമിനും എൻട്രൻസ് എക്സാമിനും 2 ടീച്ചേഴ്സും നന്നായിട്ടാണ് ക്ലാസ് എടുക്കുക. എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്തിട്ടാണ് പഠിക്കുക. എന്നാൽ കോൺസെപ്റ്റ്സും തിയറീസും ഒക്കെ നമ്മൾ ബോർഡ് എക്സാമിന് പഠിക്കും. രണ്ടും നല്ല രീതിയിൽ നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. എൻട്രൻസിനും തിയറിക്കും നമുക്ക് 2 സെപ്പറേറ്റ് DPPയും സെപ്പറേറ്റ് ടീച്ചേഴ്സും ആണ്. എൻട്രൻസിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് DPPയിൽ ഉണ്ടാവുക. തിയറിയിൽ ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻസും കണ്ടൻറ്റുമാണ് കൂടുതൽ തിയറിയിൽ ഉണ്ടാവുക. നെക്സ്റ്റ് എക്സാമിന് ഞാൻ തയ്യാറെടുത്തത് 10th ഉള്ള സിലബസ് നോക്കിയിട്ടായിരുന്നു. സൈലം നെക്സ്റ്റ് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ക്ലാസ്സസും അവൈലബിൾ ആണ്. അപ്പം രണ്ടും കൂടെ കൊണ്ടുപോയിട്ട് ഞാൻ കുറച്ച് ക്ലാസ്സസും കാണും. പിന്നെ മെയിൻലി 10th സ്റ്റാൻഡേർഡത്തെ സിലബസൊക്കെ ഫോക്കസ് ചെയ്താൽ മതി. അങ്ങനെ സൈലം നെക്സ്റ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത് ആക്ച്വലി ഈസിയാണ്. ഈ ക്ലാസ്സസും കൂടെ സൈലം പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നെക്സ്റ്റ് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി എക്സാം എഴുതാൻ വരുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നെക്സ്റ്റ് എക്സാം എഴുതുക, നല്ലൊരു സ്കോളർഷിപ്പോട് കൂടെ സൈലം സ്കൂളിൽ പഠിക്കുക.